ഇപ്പം നാഷണൽ ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം നമ്മൾ പ്ലാനിങ് ഒന്നുമില്ല. ഇപ്പോൾ സമയം എത്ര മണി? 12:45. ഇപ്പോൾ ഒരു പ്ലാനിങ് ഇല്ല. നമ്മൾ കുറച്ച് കൈ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നാഷണൽ ഡേ ആശംസകളല്ലേ. റീചാർജ് ചെയ്യണ്ടേ? റീചാർജ് ചെയ്യാം. ഇതാണ് നമ്മളിവിടുത്തെ റീചാർജ് വിഷയം. നമുക്കിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഏത് രാജ്യം, ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഫിലിപ്പീൻസ്, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, നൈജീരിയ, ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ റീചാർജ് ചെയ്യാം. ഇതാണ് സംഭവം. ഇത് ഡു ഉണ്ട് സ്ഥലത്തുണ്ട്. ഇങ്ങനെ എടുക്കുക, അടിക്കുക, നമ്പർ ഡയൽ ചെയ്യുക, റീചാർജ്. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കണം മംസാർ ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മംസാർ ബീച്ചിൻ്റെ. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എവിടെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ മംസാർ ബീച്ചിൽ പോകാമെന്ന് വെച്ചാൽ അവിടെ തന്നെ പണ്ട് ഞാനും സുനിലും മാമനോടെയൊക്കെ ഇവിടെ UAE ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മംസാർ പാർക്കിൽ പോയി എന്താണ് മോർണിംഗിൽ പോയി എക്സസൈസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദിവസം ഗുദാഗാവ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല പൂക്കളൊക്കെ പൂത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം. പക്ഷെ പണ്ട് നമ്മൾ ഇവിടെയാണ് പാർക്ക് വരുന്നത്. മംസാർ ബീച്ചും പാർക്കും ഒക്കെ ഇതിനകത്ത് തന്നെ. പണ്ട് നമ്മൾ ഇവിടെയൊക്കെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ന്യൂ ഇയർ ടൈമിലെ 2019-20 ആ ഒരു ന്യൂ ഇയറിന് ഞാനും സുനിലും അവനോട് വണ്ടിയിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ന്യൂ ഇയർ സമയത്ത് ബുർജ് ഖലീഫ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ നോക്കി നിന്ന് ഫുഡും കഴിച്ച് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും മാമനോട്. പണി കിട്ടിയെന്ന് തോന്നുന്നു. കാര്യം ബീച്ച് ക്ലോസ് ആണെന്നാണ് തോന്നുന്നത്. കംപ്ലീറ്റ് വർക്ക് കിടക്കണം. അവിടെ പണി കിടക്കുന്നു. എന്തൊക്കെ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് നോക്കിയാണ്. ഇവിടെ ഒരു വണ്ടി ഇല്ല. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇല്ല, ക്ലോസ്ഡ് ആണ്. മൊത്തത്തിൽ ക്ലോസ്ഡ് ആണ്. മംസാർ ബീച്ച് ടെമ്പററി ക്ലോസ്ഡ് ഫോർ എ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്തോ ഡെവലപ്മെൻറ്റ് കൊണ്ട് ടെമ്പററി ക്ലോസ്ഡ് ആണ് മംസാർ ബീച്ച്. അപ്പം മംസാർ ബീച്ചിൽ ഈ അടുത്തൊന്നും വരാൻ നിൽക്കേണ്ട ആരും കേട്ടല്ലോ. ഇതാണ് സംഭവം, ക്ലോസ്ഡ് ആണ്. നല്ല രസമല്ലേ. ഇത് നമ്മുടെ നാട്ടിലെ ജമന്തിപ്പൂവാണ് അല്ലേ? ജമന്തി അല്ലേ? ജമന്തിപ്പൂവാണ്. പിന്നെ നല്ല അടുക്ക് ലെവൽ. അത് കുറ്റി, അത് ഹൈറ്റൊന്നുമില്ല. നല്ല ലെവൽ അടിപൊളിയായിട്ട് വെട്ടി വൃത്തിയാക്കി ഇട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം പോകുന്നത് ഫുജേറയാണ്. അപ്പോൾ ഇവിടുത്തെ പാർക്ക് ക്ലോസ്ഡ്, പാർക്കല്ല ബീച്ച് ക്ലോസ്ഡ് ആണ്. ബീച്ചിൽ വന്നതാണ്, അപ്പോൾ ക്ലോസ്ഡ് ആണ്. പക്ഷേ കുറച്ച് അപ്പുറത്തായിട്ട് എൻട്രൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി പാർക്ക് വല്ല ഓപ്പൺ ആണെന്ന് അറിയില്ല. നല്ല ബ്ലോക്കാണ് കേട്ടോ ഇവിടെ അകത്ത്. മൊത്തം ബീച്ചിലോട്ടും പാർക്കിലോട്ടൊക്കെ വന്ന ആൾക്കാരാണ്. ആ സൈഡ് മൊത്തം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ നേരെ ഫുജറയിലേക്കാണ് പോകുന്നത്. ഫുജറ ബീച്ചിലോട്ടൊന്ന് ഇറങ്ങിയിട്ടാണ് ചോദിച്ചത്. ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും പോയിട്ട് നമുക്ക് കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുജേറ ബീച്ചിൽ പോകാനായിട്ട് 115 കിലോമീറ്റർ ഉണ്ട് മൊത്തം. 1 മണിക്കൂറും 17 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നീ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഫുജേറ വണ്ടി ഓടിച്ച്? സെൽഫായിട്ട് പോകണത്. അപ്പോൾ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകണം ആദ്യമായിട്ട്. ഞാൻ ഇതിന് മുന്നേ ഇഷ്ടം പോലെ പ്രാവശ്യം ഫുജേറ പോയിട്ടുണ്ട്. ഞാനും സുനിലാവനോടെ പോയിട്ടുണ്ട്. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. ഒരു ഡെസേർട്ടിന്റെ ഒരു ഏരിയയിലൂടെ പൊക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്തിന്റെ പേര് മലേഹ. പക്ഷേ വേറെ ബിൽഡിങ്ങുകളൊന്നുണ്ട്. ചെറിയ ചെറിയ കുറെ ബിൽഡിങ്ങുകൾ അത്രേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ദുബായ് വണ്ടികൾ അങ്ങോട്ട് പോകുന്നത് ഈ റാസൽ ഫുജറയിലോട്ട് പോകണം. കാരണം ആ ബീച്ച് സൈഡിലേക്ക് ആൾക്കാർ ഈ ഹോളിഡേ ഒക്കെ എൻജോയ് ചെയ്യാൻ പൊക്കോണ്ടിരിക്കുന്നത് നമ്മളെ പോലെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വന്നിട്ട് ഇപ്പോഴാണ് ഒരു ചെറിയൊരു ഫുഡ് കഴിക്കാൻ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്. അതാ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ആണ്. നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവിടെ കുറച്ച് നല്ല ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്ന ഒരു ചെറിയ ഷോപ്പ്. ഇപ്പോഴാണ് കുറച്ച് ഷോപ്പുകൾ നമ്മൾ കണ്ടു തുടങ്ങിയത്. ഇത്രയും നേരമായിട്ട് ഇതേപോലെ വിജനമായിട്ടുള്ള മരുഭൂമികളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് മലയാണ്, മല ആ കല്ല്, അത് മലയാണ്. മല ആ ഭാഗത്തേക്കും ആ മല. പണ്ട് ചില ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ നിർത്താം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. കൊള്ളാം. എങ്ങനെയുണ്ട്? പാച്ചു എൻജോയ് ചെയ്യും. പാച്ചു ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫുള്ള് ഫാമിലിയാണ് എല്ലാവരും. അതുകൊണ്ട് അവിടെ കുറേ ആൾക്കാർ ഫുഡ്, പാകിസ്ഥാനികൾ കുറേ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
ഇവിടെ ഇങ്ങനെ കുറേ കമ്പി വേലി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒട്ടകങ്ങൾ ഇങ്ങോട്ട് പുറത്തോട്ട് ചാടാതിരിക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്ന റോഡ് സൈഡായല്ലേ, ഇപ്പോൾ ഒട്ടകങ്ങൾ പുറത്തോട്ട് വന്ന് ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കാനായിരിക്കാം ഈ ഒരു കമ്പി വേലി ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് പോവാം. വാച്ച് കയറി. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് തൽക്കാലത്ത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലോ? പാച്ചിന് വിശക്കുന്ന അവിടെയും കൊണ്ടല്ലേ പാച്ചു ഒന്നും കണ്ടില്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റല്ല, നമ്മൾ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് നോക്കി ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് പോകാനുള്ളത്. നമ്മൾ ഇപ്പോൾ യൂ ടേൺ അടിച്ച് സൂപ്പർ മാർക്കറ്റ് താണ്ടേ ഇവിടെ പാർക്ക് ചെയ്യും. നമ്മൾ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് വല്ലതും വാങ്ങാം. റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്നാക്സ് ഐറ്റംസ്. ഇവിടെ സ്വീറ്റ്സ് ഐറ്റംസ് ആയത് സ്വീറ്റ്സിൻ്റെ ഷോപ്പാണ്. മൊത്തത്തിൽ മിഠായികളാണല്ലോ അവിടെ. നന്ദു ഇത് കണ്ട കുണ്ടറ ജോയ് പറഞ്ഞെടുത്ത് കിൻഡർ ജോയ് പറഞ്ഞെടുത്ത്. ഇനി അടുത്ത് എന്താണ് വേണ്ടത്? ഇത് ഹൽവ ഇതൊക്കെ ഇതിനകത്ത് റോസാപ്പൂവാണ്. ഇത് കഴിക്കുന്ന സാധനം തന്നെയാണ്. വെറൈറ്റി സംഭവം. ഇത് നമ്മുടെ കപ്പലണ്ടിയാണ്. പക്ഷെ അത് നല്ല ജെല്ലിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ സാധാ കപ്പലണ്ടി മിഠായി. ഇതെന്താണെന്ന് അറിയാൻ വയ്യ. ഇത് പൊട്ടിപ്പോയി. നല്ല ചോക്ലേറ്റ്, പല ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ സാധനം കണ്ടോ? ഇതൊക്കെ ഇതെന്ത് സംഭവം? അത് റോസാപ്പൂ ഉണ്ടത്. നമുക്ക് 2 എണ്ണം വാങ്ങിക്കാം. എന്താണെന്ന് അറിയില്ല. ഇത് 2 എണ്ണം വാങ്ങിക്കാം, ഇത് 2 എണ്ണം വാങ്ങിക്കണം. നമുക്ക് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് ടേസ്റ്റ് എന്ന് അറിയാമല്ലോ ഇതിൻ്റെ. ഓട്ടെ, ഇത് ഡ്രൈ ഫ്രൂട്ട്സാണ് ഇരിക്കുന്നത്. ഇതെന്താ ചാക്കില്ല? അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ഇതാണല്ലോ ഫുഡ്. ഈ സാധനം കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള ചോക്കാണെന്ന്. ഇതെന്തോ ഒരു സ്വീറ്റാണ് ഈ സാധനം. ചോക്ക് പോലെ ഇരിക്കുന്നത് നമ്മുടെ സ്കൂളിലേക്ക്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ. ഇത് പണ്ടത്തെ പുളിമുട്ടായി ഇതായിരിക്കുന്നുണ്ട്. പുളിമുട്ടായി ഇതെന്താണെന്ന് അറിയില്ല. ചാക്കിൽ കുറച്ച് ചിപ്സും കുറച്ച് സ്വീറ്റ്സും ഒരു പുളിമുട്ടായും പിന്നെ ഇവിടെ പൂ വെച്ച മുട്ടായും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 2 ചായ കൂടെ വാങ്ങിച്ച് ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോവാം. നട്ടുച്ചയ്ക്ക് ചായ. അങ്ങനെ നമ്മൾ ഫുജറ സിറ്റിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ കുറേ ബിൽഡിങ്ങുകൾ കണ്ടു തുടങ്ങി. ഇവിടെ മുതൽ ആ ഭാഗത്ത് ഫുജറ എയർപോർട്ടാണ് കാണുന്നത്. ഇതാണ് അപ്പോൾ ഫുജറ സിറ്റി. വിജനമായിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ കാം ആൻഡ് ക്വയറ്റ്, സൈലൻ്റ് ആണ്. റോഡുകൾ വിജനമായിട്ട് കിടക്കുകയാണ്. ഒന്നുകിൽ ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നാലും നമ്മുടെ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ദുബായ് എങ്ങനെയായിരുന്നു ആ ഒരു കണക്ക് വണ്ടികളൊന്നും അധികം റോഡിൽ കാണാനില്ല. റോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കണ്ടൊരു പ്രത്യേകത, ബിൽഡിങ്ങുകൾക്കൊക്കെ ഹൈറ്റ് വളരെ കുറവാണ്. ടവറിന് പോലും. അങ്ങനെ നമ്മൾ ഫുജറ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ഫുജറ ബീച്ച് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അംബ്രല്ല ബീച്ച് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അല്ലേ. നമ്മൾ വന്നപ്പോൾ ഇവിടെ എഴുതി വെച്ചിരുന്ന അംബ്രല്ല ബീച്ച് എന്നാണ്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്കിപ്പോൾ കുറേ നേരം നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. കിടിലം ഒരു ബീച്ചാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണക്കൊക്കെ ആയിരിക്കണം നമ്മുടെ നാട്ടിലും ബീച്ചൊക്കെ വരേണ്ടത്. എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ബീച്ച്. പാർക്കുണ്ട്, പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാനും നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റിയൊരു അടിപൊളി ചാടാം എല്ലാത്തിനും പറ്റിയ സൗകര്യമുള്ളൊരു അടിപൊളി ബീച്ചാണ്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് നമ്മുടെ ഈ കണ്ണാടിയിലൂടെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. എനിക്ക് പോകാനൊരു താല്പര്യമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങാനൊരു താല്പര്യം ഇല്ലാത്തില്ല. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എടുത്തോ കിട്ടി സന്തോഷമായ ഹാപ്പിയായ എടുത്തോ. ആശുവിന് കിട്ടിയതാണ്. കൊളായ
അയ്യോ അത് പൊട്ടിപ്പോയി. അത് പൊട്ടിയതല്ലേ, അതിന് അത് പൊട്ടിപ്പോയ കള. അത് വേറെ നമുക്ക് കിട്ടും. അപ്പം നീ ഷെല്ല് പറക്കാനാണോ വന്നത് ഇവിടെ? താണ്ട് ഇത് എന്താ, ഇതാണ് ഞവണിക്ക. ഇത് ഷെല്ലാണ്, ഇല്ല ജീവനില്ല. ഇതണ്ട കവടിയൊക്കെ നേരെ തന്നെ പോറ്റി വരുന്ന. വെച്ചോ, കയ്യിൽ വെച്ചോ, വെച്ചോ. എങ്ങനെയുണ്ട്? പാച്ചുവിന് കിട്ടിയ സാധനമാണ്. ഇതിനകത്ത് എന്തൊന്നൊക്കെ ഇതിനകത്ത് കയ്യും കാലൊക്കെ ഉണ്ട്. ഇതിന് കയ്യും കാലൊക്കെ ഉണ്ട്. കൈ എന്താണ് സംഭവം? ഇത് താഴെ ഇട്ടത് പോവുമായിരിക്കും. നമുക്ക് വിട്ടുവല്ലേ ഇതിനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അത് നടന്ന് പൊക്കോട്ടെ. പോസ്റ്റായിട്ട് നിന്നിട്ട് നല്ല പോസ്റ്റായിരുന്നു. പോസ്റ്റായിട്ട് ഇരിക്കാനാ ഇഷ്ടമായിരുന്നോ? ഞാൻ കടലിൽ പോയതിൻ്റെ അവസ്ഥയാണ്. ഞാൻ കടലിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ചെളി. നിനക്കൊന്നും കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് ചെളി. പാച്ചുവിന് കിട്ടിയത് കാണിച്ചു കൊടുത്താണ്. ചെളിയല്ല, കൈ കാണിച്ചു കൊടുക്കും. കണ്ട അതിൽ ഒരെണ്ണം ജീവനുള്ളതാണ് തന്നെ. ഞണ്ടിന്റെ രണ്ട് കാലൊക്കെ എടുത്ത് വെച്ചിട്ട്, വെച്ചേക്കണ. അപ്പൊ ബൈ ബൈ പറ ബീച്ചിനോട്. ബൈ ബൈ പറ. ബൈ ബൈ പറ. നമ്മുടെ ഫുജറ ബീച്ചിൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് കണ്ണാടിയുടെയും മൊബൈലിൻ്റെയും ചാർജ് തീർന്നു പോയി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ UAE-യുടെ 53ാമത്തെ നാഷണൽ ഡേ ആണ് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്തത്. നാളെയും നമുക്ക് മുൻ ഓഫാണ്. അപ്പോൾ നാളെ നമുക്ക് കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും